സ്നേഹമുള്ളവർ, സഹനത്തെക്കുറിച്ചുള്ള ചിന്തകളിലൂടെ നമ്മൾ യാത്ര തുടരുകയാണ്. എന്തിന് സഹനം, എന്തിന് എന്നുള്ള ആ ചിന്തയിലൂടെ നമ്മൾ തുടരുമ്പോൾ മറ്റൊരു ധ്യാനത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. സഹനം നമ്മളെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യരാക്കി മാറ്റും. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യരാക്കി മാറ്റും. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഒരുപാട് സഹിച്ചപ്പോൾ ഭാരതത്തിൻ്റെ രാഷ്ട്രപിതാവായി. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഉപവാസമെടുത്ത് സഹിക്കുമായിരുന്നു. ആ സഹനം മനക്കെട്ടി കൊടുത്തു, ശരീരശക്തി കൊടുത്തു, കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യനാക്കി മഹാത്മാഗാന്ധിയെ മാറ്റി. മദർ തെരേസ ഒരുപാട് സഹിക്കുമായിരുന്നു. ലോകത്തിൻ്റെ അമ്മയായി ആ മദർ തെരേസ അറിയപ്പെട്ടു. നമ്മൾ സഹിക്കുമ്പോൾ നമ്മളിൽ മറഞ്ഞു കിടക്കുന്ന ഒരുപാട് ടാലൻറ്റുകൾ പുറത്തു വരും. നമ്മൾ സഹിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് തോന്നും. അങ്ങനെ ചെയ്ത് ഫലം പുറപ്പെടുവിക്കുന്ന മനുഷ്യർ. ഒരു പ്ലാവ്, വീടിൻ്റെ അതിർത്തിയിൽ വെച്ച് പിടിപ്പിച്ച പ്ലാവ് നാളുകൾ എത്രയായിട്ടും ചക്കയുണ്ടാകുന്നില്ല. ഒരു ഉടമസ്ഥൻ ഒരു ട്രാക്ടർ കൊണ്ടുവന്ന് ആ പ്ലാവിനിട്ട് 5-6 ഇടി, തൊലി പൊട്ടി, വേലി ചതഞ്ഞു, പ്ലാവ് മൊത്തം ഒന്ന് കുലുങ്ങി വരച്ചു. പക്ഷേ പിറ്റേ വർഷം ആ പ്ലാവ് നിറയെ ചക്ക. കാരണം ഒരു കുലുക്കം വന്നപ്പോൾ, ഒരു ക്ഷതം വന്നപ്പോൾ പ്ലാവ് ഫലം പുറപ്പെടുവിക്കുകയാണ്. ഒന്ന് ഇളകുമ്പോൾ, ഒന്ന് കുലുങ്ങുമ്പോൾ. ക്രിസ്തു തൻ്റെ ഉപമയിൽ പറയുന്നുണ്ട്, ഫലം തരാത്ത മുന്തിരി വെട്ടി തീയിലെഴുപ്പെടും. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി വെട്ടിയൊരുക്കും. ഫലം തരാത്തതിനെ വെട്ടി തീയിലെറിയും. ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കുവാനായി വെട്ടിയൊരുക്കും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. നമ്മൾ ഒന്നും ശ്രദ്ധിക്കാതെ അങ്ങ് പോകുമ്പോൾ ദൈവം പിടിച്ച് ഒന്ന് കുലുക്കും. തകർക്കാൻ വേണ്ടിയല്ല, ദൈവസ്വഭാവമാണ് മനുഷ്യനെ പിടിച്ചൊന്ന് വളയ്ക്കുക. ഒടിക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് കുലുക്കുക. തകർക്കാൻ വേണ്ടിയിട്ടല്ല, ഒന്ന് തള്ളും, വീഴിക്കാൻ വേണ്ടിയിട്ടല്ല. ചില ക്ഷതങ്ങൾ, ചില നൊമ്പരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറാൻ വേണ്ടിയിട്ടാണ്. എനിക്കൊരു സ്നേഹിതനെ അറിയാം. നല്ല പണമുള്ള ഒരു മനുഷ്യൻ, വളരെ നല്ല വ്യക്തിത്വമുള്ള ഒരു മനുഷ്യൻ. പക്ഷേ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അധികം ശ്രദ്ധിക്കാതെ പോകുമായിരുന്നു. അദ്ദേഹം ഒരു കോൺട്രാക്ടറായിരുന്നു. ഒരു ദിവസം റോഡ് പണി നടക്കുമ്പം അത് നോക്കി നിൽക്കുമ്പോൾ മുകളിലത്തെ കൊമ്പിൽ നിന്നും ഒരു പ്ലാവിൽ ഒരു ചക്ക ഈ സഹോദരൻ്റെ തലയിൽ വീണു. തലച്ചോറിളകി. പിന്നെ 1 മാസത്തോളം പൂർണ്ണ വിശ്രമത്തിൽ. ആ കിടപ്പ് അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഒരു ചക്ക വീണ തീർന്നു പോകേണ്ട ജീവിതത്തെ ഈശ്വരൻ താങ്ങി നിർത്തിയെങ്കിൽ ശിഷ്ടായുസ്സുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, കൂടുതൽ ഫലം പ്രകടിപ്പിക്കാൻ പറ്റും. ട്രംപ് വീണ്ടും പ്രസിഡൻ്റായപ്പോൾ അദ്ദേഹം പറഞ്ഞു, ദൈവം എന്നെ വീണ്ടും അമേരിക്കയുടെ പ്രസിഡൻ്റാക്കിയെങ്കിൽ എന്നെ കൂടെ എന്തെങ്കിലും ലോകത്തിൽ ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പ്ലാനുണ്ട്. ഒരു ഇലക്ഷൻ തോറ്റതിന് ശേഷമാണ് പിന്നീട് ജയിച്ചു വരിക. ജീവിതത്തിൽ ചില ക്ഷതങ്ങളും ചില നൊമ്പരങ്ങളും വരുമ്പോൾ ആ നൊമ്പരങ്ങൾ നമ്മളെ പുതിയ മനുഷ്യരാക്കി മാറ്റും. അതുകൊണ്ടാണ് ചിലർ തകർച്ചയിൽ നിന്നും പുതിയ മനുഷ്യരായി മാറി. യുദ്ധഭൂമിയിൽ മുറിവേറ്റ് വീണ മനുഷ്യൻ രക്ഷപ്പെട്ടു കഴിഞ്ഞപ്പോൾ സമൂഹത്തിൻ്റെ വിമോചകനായി മാറി. ജീവിതത്തിൽ ചില തടസ്സങ്ങൾ നമ്മളെ തീർക്കുകയല്ല, നമ്മളെ വളർത്തുകയാണ്. അതുകൊണ്ടാണ് പറയാറുണ്ട്, ചതഞ്ഞ ഞാങ്ങണ ഒടിക്കരുത്. ഞാങ്ങണ ഒരു പ്രത്യേക ചെടിയാണ്. ആ ചെടിയുടെ പ്രത്യേകത, എവിടെയാണോ ചതവ്, ചതവിൽ നിന്നും ഒരു പുതിയ ചെടി മുളച്ച് വരും. അത് ഒടിച്ചോ പിന്നെ മുളയ്ക്കാനുള്ള സാധ്യതയില്ല. ചില ചതവുകൾ, ചില നൊമ്പരങ്ങൾ ദൈവം തരുന്നത് നമ്മളിൽ നിന്നും ഒരു പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേക്കാൻ വേണ്ടിയിട്ടാണ്. വീണ്ടും പറയാറുണ്ട്, പുകഞ്ഞ തിരി കെടുത്തരുത്. അതിൻ്റെ അർത്ഥം എന്താ? ഒരു പുകയുള്ള കാലത്തോളം ഒരു തീപ്പൊരിയുടെ സാധ്യത അതിലുണ്ട്. ആ പുക കെടുത്തിയാൽ തീപ്പൊരി അണഞ്ഞു പോകും, പിന്നെ തീപ്പൊരിയുടെ സാധ്യതയില്ല. ജീവിതത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും വരുന്ന ചെറുതും വലുതുമായ സഹനങ്ങളുടെ നടുവിൽ നമുക്ക് ഓർക്കാൻ പറ്റണം, ഇതും കഴിഞ്ഞു പോകും, ഇതും തീർന്നു പോകും, ഇതിനപ്പുറത്തുള്ള ഒരു ജീവിതമുണ്ട്.
അപ്പം കിട്ടുന്ന കാലത്ത് പരമാവധി നന്മ ചെയ്ത് കടന്നു പോകാനാണ് സഹനങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. ആയുസ് എത്ര നീളുമെന്ന് നമുക്കാർക്കും അറിയത്തില്ല. ആയുസ്സിൻ്റെ ദൈർഘ്യം എത്രയെന്നും അറിയത്തില്ല. നൽകപ്പെട്ട സമയത്ത് ഏൽപ്പിച്ച ജോലികൾ ഭംഗിയായി ചെയ്ത് മുമ്പോട്ട് കടന്നു പോകാൻ നമുക്കൊക്കെ കഴിയണം. അതിനാണ് സഹനം. എന്തെല്ലാം വന്നു: ചിക്കൻ ഗുനിയ, ഡെങ്കിപ്പനി, പട്ടിപ്പനി, പക്ഷിപ്പനി, പന്നിപ്പനി, നിപ്പ വൈറസ്, കൊറോണ വൈറസ്, ഒമിക്രോൺ, എന്തെല്ലാം വന്നു. അത് കഴിഞ്ഞും ജീവിതത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുന്നെങ്കിൽ, എത്രയോ പേര് മരിച്ചുപോയി, നമ്മൾ ജീവിക്കുന്നെങ്കിൽ ഓർക്കുക, നൊമ്പരങ്ങൾ, വേദനകൾ ദൈവം തന്നത് എന്തോ കൂടിയ കാര്യം എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കാനാണ്. കോവാക്സിനും കോവിഷീൽഡും സ്വീകരിച്ചപ്പോൾ ജീവൻ നിലനിന്നു. ആ നീണ്ടുകിട്ടിയ ജീവൻ കൊണ്ട് നന്മ ചെയ്യണം. പോളിയോ ഇഞ്ചക്ഷൻ കിട്ടുന്ന കുഞ്ഞിന് ജീവൻ നിലനിൽക്കുന്നു, തളരാതെ ജീവിക്കാൻ. ആ വേദന ഒരു പുതുജീവനിലേക്കും ഒരു പുതു ചൈതന്യത്തിലേക്കും നമ്മളെ നയിക്കുകയാണ്. അപ്പോൾ എത്ര ചെറുതും വലുതുമായ സഹനം വരുമ്പോൾ ഓർക്കുക, കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ ദൈവം ഒരുങ്ങുന്ന അവസരങ്ങളായി സഹനങ്ങളെയും നൊമ്പരങ്ങളെയും വേദനകളെയും നമ്മൾ കാണുക. ഈ തിരിച്ചറിവാണ് നമ്മളെ ബലപ്പെടുത്തുക, നമ്മളെ ശക്തിപ്പെടുത്തുക. നന്ദി, നമസ്കാരം.